രാവിലെ തന്നെ ഞങ്ങൾ പർച്ചേസ് ഇറങ്ങിയാണ്. അപ്പോഴാണ് യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഒരു വാനും ഭയങ്കര ആൾക്കൂട്ടം. എല്ലാവരുടെ കയ്യിൽ ഒരു പുതിയ എങ്ങാണ്ട് ഒരു ബിരിയാണി കിട്ടിയാലോ എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ കണ്ടു. എന്താ സംഭവം എന്ന് അറിയാൻ നോക്കിയപ്പോ കറി കോർണർ. ഓക്കെ, ഇന്ന് അരി ഇട്ടാൽ മതി. കറി ഒന്ന് മേടിക്കാൻ നോക്കിയപ്പോൾ കറി മേടിക്കാൻ മൊത്തം നിൽക്കുന്നത് ഈ ജർമ്മൻസ്. എന്താണ് ഇത്ര സ്പെഷ്യൽ കറി എന്ന് നോക്കിയപ്പോൾ ഹെൻഷൻ റിൻഫ്ലേഷ് കറി, ചിക്കൻ കറി, ബീഫ് കറി, കൊടുക്കാത്ത റേറ്റും. ഞങ്ങൾക്ക് സമൂസ മതി. 5 യൂറോയുടെ സമൂസ കേട്ടാ, പക്കാ ഫ്ലോപ്പ് സാധനം. എന്നിട്ട് ഞങ്ങൾ നേരെ പർച്ചേസിന് പോയി. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ശ്രീലുവിന്റെ ഹെൽത്ത് ഓക്കെ ആണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. ഡോണ്ട് വറി ഗയ്സ്, ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആൻഡ് ഷീ ഈസ് ബാക്ക്. അതിൽ തന്നെ ഞങ്ങൾ പോയിട്ടൊരു കുഴലപ്പെടുത്തി. ഇതിന്റെ പേര് ജർമ്മൻ എന്തോ കൊള്ളാത്തൊരു പേരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് കുഴലപ്പെടുത്തി നൈസാണ്. പിന്നെ കൗഫ്ലാൻഡിൽ പോകുന്നവർക്ക് നമുക്ക് റേറ്റിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ, എന്തെങ്കിലും ഓഫർ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പോയിട്ട് അവിടുത്തെ ഒരു മെഷീനിൽ പോയിട്ട് സ്കാൻ ചെയ്താൽ മതി. പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസും റേറ്റും ഓഫറും എല്ലാതും അറിയാൻ പറ്റും. പിന്നെ ആർക്കെങ്കിലും അറിയാം ഇത് എന്ത് സംഭവം എന്ന് എനിക്കൊരു ഐഡിയ പോയാലും കാണും. അറിയാവുന്ന കമന്റ് ചെയ്യുക. ഗായ്സ്, ചിക്കൻ വിങ്സ് 50 സെന്റ് കൂട്ടിയിരിക്കുന്നു. അവിടുന്ന് നേരെ ഇന്ത്യ സ്റ്റോർ പോയപ്പോൾ ഞങ്ങൾക്ക് പരിപ്പൊടിയും ചായ കുടിക്കാൻ ഒടുക്കത്തെ കുതി. അപ്പൊ ഒന്ന് പരിപ്പൊടിയും ചായ മസാല ചെയ്യും. അപ്പൊ അങ്ങനെ തുടങ്ങല്ലേ. அவன் தமிழ் நீ என்ன அண்ணன் கொண்ட போராட்ட நீ